എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. സൈനിക നിറയെ മാലാഖമാരെ, സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ. കർത്താവിനുടെ സൈനിക നിറയെ മാലാഖമാരെ, സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരേണമേ, സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരേണമേ, സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ. മാലാഖേ മാലാഖേ, എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. മാലാഖേ മാലാഖേ, എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. ഇവിടെ ഒരു കണ്ണിനെ കാഴ്ച നഷ്ടപ്പെട്ട് അത് ഈ ആരാധനയിലൂടെ തിരിച്ചു കിട്ടിയ ആ കുടുംബം ആ കുഞ്ഞിനെയായിട്ട് കടന്നു വന്നിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുക. നമുക്ക് അവരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുക. അവർ നിങ്ങളുടെ സന്നിധിയിൽ നേരിട്ട് സാക്ഷ്യപ്പെടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എൻ്റെ മോളുടെ പേര് കെസിയ എന്നാണ്. മോളുടെ സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. മോൾക്ക് തലവേദനയായിരുന്നു. തലവേദനയായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ -10 ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ സ്പെക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ സൈഡിന് ഒരു തളർച്ച വന്നു. അപ്പോൾ ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടായിരുന്നു. വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ആരാധനയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ സമയത്ത് മാർട്ടിൻ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണ് ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് വിളിച്ചു പറഞ്ഞു. ഞങ്ങളവിടെ വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇടത് കണ്ണിന് വലത് കണ്ണ് പൊത്തിപ്പിടിച്ച് ഇടത് കണ്ണ് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അവർ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ശ്രമിച്ച് വലത് കണ്ണിൻ്റെ കാഴ്ച നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയതായിരുന്നു. കുഞ്ഞിന് ബ്ലാക്ക് ഡോക്ടർമാർ പറഞ്ഞു കണ്ണിൻ്റെ ഞരമ്പ് മുഴുവൻ രക്തഓട്ടം ഇല്ലാതെ വറ്റി ഉണങ്ങിപ്പോയതായിരുന്നു. യേശുവിന്റെ വലിയ അനുഗ്രഹത്തെ ആ കണ്ണിന് കാഴ്ച തിരിച്ചെന്ന് യേശുവിന് 1000 നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ യേശുവേ, പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം ചെയ്യണം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണം. യേശുനാമത്തിന്റെ ശക്തിയാൽ മുദ്രിതമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെന്നൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് തന്നെ സമർപ്പിക്കാം. അഭിഷേകം നിറയുന്ന സമയമാണ്, കൃപ നിറയുന്ന സമയമാണ്, ബന്ധനങ്ങൾ അഴിയുന്ന സമയമാണ്, പൈശാചിക പീഡകളെല്ലാം നീങ്ങിപ്പോകുന്ന സമയമാണ്, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി സംഭവിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ സ്തുതിച്ചേ, പ്രാർത്ഥിച്ചേ. എല്ലാവരും സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കും. സ്വരം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ. ഭാഷാവരമുള്ളവര് ഭാഷാവരത്തില്, അല്ലാത്തവര് പരിശുദ്ധാത്മാവേ എന്നുള്ളിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാരൂപിയുടെ ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാരൂപി വെളിപ്പെടട്ടെ. ശരീരത്തിലോ ദൈവ സാന്നിധ്യ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കുഞ്ഞിൽ വെളിപ്പെട്ടതുപോലെ ഓരോ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവാനുഗ്രഹം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, ഒരു രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലായി നൽകിയിടണമേ. രക്തക്കോട്ട, ഒരു രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ, ശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും സുഖപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ രാജാവ് ഇതാ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. യേശുവേ നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒത്തിരിയേറെ ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തിലേക്ക് വർഷിക്കപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളൊന്ന് തുറന്ന് ആത്മാർത്ഥതയോടെ വ്യക്തതയോടെ അപ്പത്തിലേക്ക് നമുക്ക് നിമിഷവും നോക്കാം. മറഞ്ഞിരിക്കുന്ന ദൈവം ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. പുതിയ ഉടമ്പടിയുടെ രക്തം, പുതിയ ഉടമ്പടിയുടെ ശരീരം, പുതിയ ഉടമ്പടിയാ, സദ്വാർത്തയാ. മനുഷ്യന്റെ പാപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ രക്ഷ നേടിത്തരുന്ന പരിശുദ്ധമായ കൂദാശ. ഈ ശക്തിയാ ആ കുഞ്ഞിന്റെ കണ്ണില് വെളിപ്പെട്ടത്. വിശ്വാസത്തോടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമഹത്വം അവിടെ വെളിപ്പെടുക. ഡോക്ടർമാര് ഒരു കണ്ണ് ശരിയാക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ട കണ്ണിന് കാഴ്ച കൊടുത്ത തമ്പുരാന്റെ കാരുണ്യം. അന്ധന് കാഴ്ച കൊടുക്കുവാനാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്നേ. തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവനിലൂടെ ജനത്തെ രക്ഷിക്കുവാനാ. പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ. ഒരു അക്രൈസ്തവ കുടുംബത്തിലെ ഒരു കുട്ടി, ആ കുഞ്ഞിന്റെ ബ്രെയിനില് ഒരു നേർവിന് ഡാമേജായി. നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, നന്നായിട്ട്
സ്പോർട്സിലൊക്കെ ഉള്ള ഒരു കുട്ടിയാ, നല്ല കഴിവുള്ള കുഞ്ഞ്. പക്ഷെ സ്ട്രോക്ക് പോലെ എന്തോന്ന് സംഭവിച്ചു. കുഞ്ഞിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം തളർച്ചയിലേക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുക. പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയിലുള്ള ഒരു സഹോദരൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഈ ആലയത്തിൽ കടന്നുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരേറ്റു. ഞങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം. ക്രൈസ്തവർ പ്രിയപ്പെട്ടവരെ, ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവം സകല ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ആ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ആ സമയത്ത് തന്നെ അറിവ് കിട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ പരിശുദ്ധ കുർബാന വസിക്കുന്ന ഈ തമ്പുരാൻ ആ കുഞ്ഞിനെ പരിപൂർണമായും സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നന്ദി പറഞ്ഞ് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എൽസമ്മ എന്ന സഹോദരി 7 വർഷമായിട്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. എന്റെ ജീവിത പങ്കാളിക്ക് GPS എന്ന പനി ബാധിച്ച് ശരീരം മുഴുവൻ തളർന്ന് 76 ദിവസം കാരിത്താസ് ആശുപത്രിയിലായിരുന്നു. 30 ദിവസം ICUവിലും 17 ദിവസം വെന്റിലേറ്ററിലുമായിരുന്നു. ഇത്തിരി വേദനയുടെ നിമിഷങ്ങളിൽ കൂടി കടന്നുപോയി. ആ സമയത്ത് അനേകം വൈദികർ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാർട്ടിൻ ബ്രദറും കുടുംബവും ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പും ഒത്തിരി ധൈര്യം പകർന്നു കൊടുത്തു എന്നവർ പറയുകയും ബ്രദർ എന്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ദിവസം മുതൽ എന്റെ ജീവിത പങ്കാളി സജി സംസാരിക്കുമ്പോൾ ശബ്ദം വരാൻ തുടങ്ങി. മധ്യസ്ഥ പ്രാർത്ഥനയുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണവും ദൈവം ഒരുക്കി തന്നു. സഹനം കൊടുത്തെങ്കിൽ ആ സഹനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തമ്പുരാൻ ക്രമീകരിച്ചു. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:7 തിരുവചനമാണ് ആ കുടുംബത്തെ അഭിഷേകം ചെയ്ത് അനേക ആയിരങ്ങളുടെ മുമ്പിൽ ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ഉത്തരം തന്നു. സജി പിടിച്ചു നടക്കും. വായിൽ കൂടി വെള്ളം ഇറക്കുവാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഈശോ എന്റെ ജീവിതത്തില് ചൊരിഞ്ഞ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി ആ സഹോദരി തമ്പുരാന്റെ മുമ്പിൽ രേഖപ്പെടുത്തുകയാ. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. യേശുവേ നന്ദി. എന്റെ പേര് അമ്മു. ഞാനൊരു ഹിന്ദു സഹോദരിയാണ്. ഞാൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയിലും പതിവായി വരുന്ന ആണ്. എന്റെ മോന് ഉണ്ടാകുവാൻ താമസിച്ചപ്പോൾ ഇവിടെ വന്ന് എത്രയും വേഗം ഒരു ആകുകയാണെങ്കിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം നേർന്ന് പ്രാർത്ഥിച്ചു. ആ മാസത്തിൽ തന്നെ മകൾ ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. കർത്താവിന് ആ കുടുംബം 1000 നന്ദി പറയുകയാണ്. കരങ്ങൾ ഉയർത്തി ക്രൈസ്തവയായ സഹോദരി വിശ്വാസത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. എനിക്ക് അനുഗ്രഹം തന്നാൽ തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോ എന്ന് വിളിക്കാമോ? പാടി പ്രാർത്ഥിക്കാം.
നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. സഹോദരിയുടെ ഒരു സാക്ഷിയോടെ അവിടെ രേഖപ്പെടുത്തി. അതിന് കൊച്ചിന് 3 മാസമായിട്ട് കുഞ്ഞിനെ അവർ നീന്താനായിട്ട് ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു എന്നവർ പറയുകയെ, ആരാധനയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി അവർ വന്ന് കുഞ്ഞിനെയും കൊണ്ട് നീന്തി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ പള്ളിയിൽ കുഞ്ഞിനെ ആയിട്ട് കൊണ്ടുവന്ന് നീന്തിക്കൊള്ളാവുന്ന ഈ സഹോദരി നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച അവർ നിറവേറ്റത്തിലായിരുന്നു. 3 മാസത്തോളം ഈ സഹോദരി കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ അരുവി അവരിൽ പ്രവർത്തിച്ച് അവർ കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ആ നേർച്ച പൂർത്തീകരിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തി ആ വിശ്വാസത്തിന്റെ തീഷ്ണതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ. കൃപ ചൊരിയുന്നതിനോട് നന്ദി പറയാം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ജോസ് എന്ന സഹോദരൻ 7 വർഷമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വ്യക്തി. കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് നടന്ന ധ്യാനത്തില് മാർട്ടിൻ ബ്രദറും ടീമംഗങ്ങളും നടത്തുന്ന ധ്യാനത്തില് മകളെ സംബന്ധിച്ചു. അതിനുശേഷം മകൾക്കൊരു വിവാഹാലോചന വന്നു. അത് ഉറപ്പിച്ച് 13 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ നവംബർ മാസം 29-ാം തീയതി കല്യാണം നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ഈ അനുഗ്രഹത്തിന് അവർ1000 നന്ദി രേഖപ്പെടുത്തുകയും വിദേശത്ത് ജോലിയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനുള്ള അനുഗ്രഹം തമ്പുരാൻ കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങളായി ശ്വാസം മുട്ടൽ അനുഭവം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. 2 വർഷം മുമ്പ് വെള്ളിയാഴ്ച ആരാധന സമയത്ത് മാർട്ടിൻ ബ്രദർ എന്റെ പേര് വിളിച്ചു പറഞ്ഞ് ശ്വാസകോശ രോഗം ഈശോ സുഖപ്പെടുത്തുന്നതായി പറഞ്ഞു. അതിനുശേഷം ശ്വാസം മുട്ടല് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കും. കരങ്ങൾ ഉയർത്തി തമ്പുരാന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരുടരും മുടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുരുടരും മുടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം.
ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവം. എത്ര നല്ല ദൈവം നസ്രായനമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാമേ. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. ഇവിടെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് നമ്മുടെ ടീം നടത്തുന്ന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരിയുടെ സാക്ഷി, കഴിഞ്ഞ 23-ാം തീയതി തുടങ്ങിയ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് അധികമായ ആത്മീയ ഉണർവും ധൈര്യവും അനുഭവം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തി. ആത്മീയ ഉണർവും ധൈര്യവും കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തി. കൂടാതെ 2 വർഷത്തോളമായി എന്റെ കൈയുടെ കുഴയ്ക്കുണ്ടായിരുന്ന വേദന ദൈവം മാറ്റി തന്നു. ഏകദേശം 35 വർഷമായി എന്റെ കാലിൽ വേരിക്കോസ് വെയിന്റെ അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2 വർഷമായി നടക്കാൻ ബുദ്ധിമുട്ടും പെട്ടെന്ന് നടക്കുമ്പോൾ നീരിളക്കവും ഉണ്ടാകുമായിരുന്നു. ഞാൻ ധ്യാനത്തിൽ വന്ന് 2ാം നിലയിലേക്ക് കയറുമ്പോൾ 2 പ്രാവശ്യം ഗോവണിയിൽ നിന്ന് വീഴുകയുണ്ടായി. ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ നടക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടി. ക്ഷമിക്കുവാനുള്ള വലിയ കൃപയും ദൈവം തന്നു. എനിക്ക് കൂടുതൽ ആത്മാവിൽ നിറയുവാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ആഗ്രഹം ലഭിച്ചുവെന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് നന്ദി പറയാം. കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് പ്രിയപ്പെട്ടവരെ ഈ മാസം 28-ാം തീയതി മുതൽ ജനുവരി 1-ാം തീയതി ഉച്ചവരെ നമ്മുടെ ധ്യാനം നടക്കുക. കൂടുതൽ വ്യക്തികൾ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ചേച്ചിയുടെ ഈ വലിയ സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് കൂടുതൽ വ്യക്തികൾക്ക് ആ ധ്യാനത്തിൽ വന്ന് പങ്കുചേർന്ന് ഈ വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. കടലിന്മേൽ നടന്നവൻ സൃഷ്ടാവാം ദൈവം, കാറ്റിനെ അടക്കിടുന്ന സർവശക്തനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥനും, പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും. എത്ര നല്ല ദൈവം നസ്രായനമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാമേ. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. എത്ര നല്ല ദൈവം നസ്രായനമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൽ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ. നന്ദി. റോസമ്മ എന്ന സഹോദരി ഈ ഇടവകയിൽ തന്നെ സാക്ഷ്യപ്പെടുത്തി. 2 വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ടു മകന്. പുതിയ ജോലിക്ക് വേണ്ടി ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും പല തടസ്സങ്ങളും നേരിട്ടു. ഞാൻ ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊള്ളുകയും സാക്ഷ്യപ്പെടുത്തുകൾ അവൻ നേരുകയും ചെയ്തു. കൂടാതെ എന്റെ മകൻ നവംബർ 23 സിഹിയോൻ ധ്യാനത്തില് സംബന്ധിക്കുകയും അതിനുശേഷം നല്ലൊരു ജോലി ദൈവം നൽകി അനുഗ്രഹിച്ചു. എനിക്കുണ്ടായ ചെവി വേദനയും മാറിക്കിട്ടിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും, ജോലി തടസ്സത്തിൽ നിന്ന് കർത്താവ് ധ്യാനത്തിൽ പങ്കുചേർന്ന് കടന്നു വരുമ്പോൾ ആ ജോലിയുടെ തടസ്സം കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായ വിടുതൽ നൽകി ഈശോ അനുഗ്രഹിച്ചുവെന്ന ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് കൂടുതൽ മക്കള്, ജോലിയില്ലാത്ത മക്കള്, ഏതെങ്കിലുമൊക്കെ മേഖലയിലെ ജീവിതത്തിന്റെ അവസ്ഥകൾ തടസ്സപ്പെട്ടിരിക്കുന്ന മക്കള്, സമാധാനം നഷ്ടപ്പെട്ട മക്കള് ഒക്കെ ധ്യാനത്തിൽ പങ്കുചേർന്ന് കൂടുതൽ കൃപ പ്രാപിക്കുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കാം. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവ കുഞ്ഞാടിനെ ആരാധിച്ചിടാം. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവ കുഞ്ഞാടിനെ ആരാധിച്ചിടാം. അയ്മനത്തുനിന്ന് ഒരു സഹോദര സാക്ഷി, എന്റെ മകൾക്ക് നിരവധി വിവാഹാലോചനകൾ നടന്നെങ്കിലും നടക്കുന്നില്ലായിരുന്നു. സ്ഥിരമായി ആരാധനയിൽ പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകളുടെ വിവാഹം നടക്കുകയും നല്ല നിലയിൽ എത്തുകയും ചെയ്തു. എന്റെ മകൻ
ജോലിയില്ലാതെ നാട്ടിൽ നിന്നപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് ദുബായിൽ നല്ല ജോലി ലഭിച്ചു. ഇന്നും എന്റെ കുടുംബത്തിന് നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ സഹോദരി 1000 നന്ദി ദിവസത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കുക. ആരാധനയിലൂടെ ദൈവം ചൊരിയുന്ന അനന്തമായ കാരുണ്യം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല. ദൈവം ഈ കൂട്ടായ്മയോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ അനുദിനം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ദൈവാനുഗ്രഹത്തെ ഓർത്ത്, ഈ കൂട്ടായ്മയുടെ വളർച്ചയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കാം. നമ്മെ മറന്നു നമ്മൾ തുതിക്കാം നാം യേശുരാജനെ. നമ്മെ മറന്നു നമ്മൾ തുതിക്കാം നാം യേശുരാജനെ. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തിനാ ജീവിക്കാൻ. കരങ്ങൾ ഉയർത്തിയാൽ ചോദിച്ച് പാടാം. നമ്മെ മറന്നു നമ്മൾ തുതിക്കാം യേശുരാജനെ. നമ്മെ മറന്നു നമ്മൾ തുതിക്കാം യേശുരാജനെ. നന്മയ്ക്കായി മാത്രമേശു ചെയ്യുമെല്ലാം കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? നന്മയ്ക്കായി മാത്രമേശു ചെയ്യുമെല്ലാം കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിക്കാൻ. ഉയർത്തിയടിച്ച് പാടാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുഷേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിക്കാൻ. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. 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 നമ്മെ മറന്നു നമ്മൾ
തുതിക്കാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, തുതിക്കാം നാം യേശുരാജനെ. കുർബശരീരത്തിനെ ഓർത്ത് നന്ദി പറയാം. അനുഗ്രഹം വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് മുട്ടുമേലായിരിക്കാം. നമുക്ക് വേണ്ടി കാലത്തൊഴുത്തിൽ ജാതനായ യേശുനാഥൻ പുൽത്തൊട്ടില് നമുക്ക് വേണ്ടി ജനിച്ച തമ്പുരാന്റെ കാരുണ്യം, ആട്ടിടയന്മാരോട് ദൂതന്മാര് ചെന്ന് പറയുമ്പോൾ യേശുവിനെ കാണുവാൻ, വചനത്തെ സ്വന്തമാക്കുവാൻ കടന്നു ചെന്ന ആട്ടിടയന്മാര് യേശുവിനെ കണ്ട് അനുഭവിച്ച് ആരാധിച്ചു. 3 രാജാക്കന്മാര്, പൂജ്യരാജാക്കന്മാര് യേശുവിനെ കാണുവാനായിട്ട് പോവുകയാണ്. അവർ ജ്ഞാനത്തിൽ നിലനിന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ഈ രക്ഷകനെ കണ്ട് അനുഭവിക്കുവാൻ പൊന്നും മീറയും കുന്തിരിക്കൊക്കെ തമ്പുരാന് സമർപ്പിക്കുവാൻ ആഗ്രഹിച്ച പൂജ്യരാജാക്കന്മാര് ജ്ഞാനത്തോട് ചേർന്ന് നിന്നപ്പോൾ അവരെ നക്ഷത്രം നയിച്ചുകൊണ്ടുപോകുകയാണ്. ഒരു പ്രകാശം അവർക്ക് മുമ്പേ കടന്നു പോകുകയാണ്. അവർ നക്ഷത്രമായിട്ടാണ് അതിനെ വർണ്ണിക്കുന്നത്. ഒരു ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ദൈവത്തിന്റെ സാന്നിധ്യം അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഹെറോദേസിന്റെ കൊട്ടാരം കണ്ടപ്പോൾ ഹെറോദേസിനെ കുറിച്ച് ഇവർക്ക് അറിയാമായിരുന്നു. ആ കൊട്ടാരത്തിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു കേട്ടു പോകാമെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ടവരെ മനുഷ്യനിൽ ആശ്രയിക്കുക. സമയത്ത് ദൈവാശ്രയം വിട്ട് അവർ മനുഷ്യനിൽ ആശ്രയിച്ചപ്പോൾ അവർക്ക് നക്ഷത്രത്തെ കാണാൻ മേലാതായി. വീണ്ടും അവർ കൊട്ടാരം വിട്ട് ദൈവത്തെ ആശ്രയിച്ചപ്പോൾ വീണ്ടും ആ പ്രകാശത്തെ കാണുകയാണ്. ആ പ്രകാശത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത 3 രാജാക്കന്മാര് ചെന്നെത്തിയത് ക്രിസ്തുവിലേക്കാണ്. ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്കാണ് അവർ ചെന്നെടുത്തത്. വ്യക്തികളിൽ ആശ്രയിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം കണ്ടനുഭവിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളതെല്ലാം ഹൃദയം തുറന്ന് സമർപ്പിക്കുവാനുള്ള അവസരം തമ്പുരാൻ തരുന്നു എന്ന് തിരുവചനങ്ങളിലൂടെ അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ ആശ്രയിച്ചാണ് നാം പോകുന്നതെങ്കിൽ നമുക്ക് ഈ നിമിഷം ആശ്രയമൊക്കെ വിട്ട് കർത്താവിൽ ആശ്രയിക്കാം, ദൈവവചനത്തിൽ ആശ്രയിക്കാം. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ ആ പ്രകാശത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അത് ചെന്നെത്തിച്ചേരുന്നത് ജ്ഞാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് എത്തിച്ചേരുന്നത് രക്ഷകനില്ല. ആ രക്ഷകനിലൂടെ കണ്ടെത്തുന്നത് ദൈവത്തെയാണ്. ഒരു നിമിഷം കണ്ണുകൾ നടച്ച് കരമൊന്ന് ചേർത്ത് പിടിച്ച് ഞാൻ വ്യക്തികളിലാണോ ചേർന്ന് നിൽക്കുന്ന ചാരി നിൽക്കുന്നത്, അതോ ദൈവത്തിലാണോ ദൈവവചനത്തിലാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഒരു സഹോദരി സാമ്പത്തിക തകർച്ച വന്നപ്പോൾ ആ സഹോദരിയെ ആശ്രയിച്ചു. അങ്ങനെ അവളുടെ സമ്പത്തൊക്കെ കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ജോലി നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ച് കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ പറഞ്ഞപ്പോൾ, പ്രിയ ദൈവജനമേ, ഈ സഹോദരി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ സ്വന്തമായ ഒരു അധ്വാന മേഖല ഈശോ ഈ സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ അധ്വാന മേഖലയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് സഞ്ചരിക്കുന്ന ഈ സഹോദരി സമൃദ്ധി ദൈവം കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ മറ്റേ സഹോദരിക്കും നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുക. എന്തിനു വേണ്ടിയാ? ആ വ്യക്തിയെ ആശ്രയിക്കാതെ ഈ സഹോദരി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവമഹത്വം അവളിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാ. പ്രിയ ദൈവജനമേ, നാം ഏതെങ്കിലും വ്യക്തികളിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ആശ്രയം അതിൽ നിന്ന് വിട്ട് കർത്താവിൽ ആശ്രയിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് കാഴ്ചയായി പൊന്നും മീറയും കുന്തിരിക്കൊക്കെ സമർപ്പിക്കുവാനുള്ള ആ വലിയ അഭിഷേകമാണ് പൗരസ്ത്യ സഭയുടെ അഭിഷേകം, ഭാരതസഭയുടെ അഭിഷേകം, കേരള സഭയുടെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം ഓരോ വ്യക്തി ജീവിതങ്ങളിലും നിറയപ്പെടുവാൻ ഹെറോദേസ് അനുഭവത്തിലേക്ക് കടന്നുപോയാൽ അത് വലിയ അപകടമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനത്തിലൂടെ ജീവിച്ചാൽ ദൈവമഹത്വം പ്രാപിക്കുവാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധ കുർബാനയോട് ദൈവവചനത്തോട് ചേർന്നുകൊണ്ട് സ്വരമുയർത്തി കണ്ണുകളടച്ച് ജ്ഞാനത്തില് ലോകത്തിന് പ്രകാശമായ ക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള വൻ കൃപ ഓരോ മക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ചേർന്ന് പാടാം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരങ്ങൾ വീശി ഒന്ന് പാടാം, പാടാം. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ചേർന്ന് പാടാം. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരങ്ങൾ വീശി പാടാം. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ചേർന്ന് പാടാം. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോൻ പരമോന്നതൻ. ചേർന്ന് പാടാം. പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോൻ പരമോന്നതൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ചേർന്ന് പാടാം. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവമെന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടാം. ഈ
ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ചേർന്ന് പാടാം. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. യേശുവേ നന്ദി. കൃപ ചൊരിയുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം. ആട്ടിടയന്മാർക്ക് ലഭിച്ച അഭിഷേകം, രാജാക്കന്മാർക്ക് ലഭിച്ച വലിയ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ ജനന തിരുനാള് ആഘോഷിക്കുന്ന സമയങ്ങളിൽ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുകയാണ്. നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം വലിയ അഭിഷേകം നിറയപ്പെടുവാൻ വേണ്ടി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് സൈന്യത്തിന്റെ ഒരു വ്യൂഹവും ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കരം ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെക്കാം. ഭൂമിയിൽ കൃപ ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം ലഭിക്കപ്പെടുന്നു എന്നു ദൂതൻ മുന്നറിയിപ്പ് കൊടുക്കുക. ദൈവിക കൃപയാല് ഞാനും നിങ്ങളും നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തോട് ദൂതൻ പറഞ്ഞതിതാ. ആട്ടിടയന്മാരോട് ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയില് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കരം ഹൃദയത്തോട് ചേർത്തുവെച്ച് കൃപ തരണേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ, സഹിക്കുവാനും സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനും വലിയ കൃപ നമുക്ക് തരണേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച യേശുവിന്റെ സ്നേഹം, ആ വലിയ കൃപ ഈശോ നമുക്ക് ഈ തിരുമണിക്കൂറുകളിൽ നമുക്ക് നൽകുകയാണ്. ധ്യാനം കൂടിയപ്പോൾ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടി. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് നമ്മളും പ്രാർത്ഥിക്കുക, ഈശോയെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം അവരിൽ വെളിപ്പെടുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരിൽ വെളിപ്പെടുന്നത് കാണുമ്പോൾ, പ്രിയ ദൈവജനമേ, ദൈവസ്നേഹം നമ്മളിലും വെളിപ്പെടുകയാണ്. ആ വലിയ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ. ഭൂമിയില് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ വലിയ കൃപയാ എനിക്ക് നിങ്ങൾക്കൊക്കെ ലഭിക്കപ്പെടേണ്ടത്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരുപാധികം ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സഹനത്തിന്റെ അഗ്നിയിലൂടെ അവരെ ദൈവം ശോധന ചെയ്ത് ദൈവത്തിന്റെ പൊന്നാക്കി മാറ്റുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അവരെ സ്നേഹിക്കുവാൻ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണുകൾ അടച്ച് നമ്മൾക്ക് ക്ഷമിക്കാനുള്ള എല്ലാ വ്യക്തികളെയും ഈ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഏതെങ്കിലുമൊക്കെ വേദനിച്ച സംഭവങ്ങള് ഹൃദയതലങ്ങളില് ഇരിപ്പുണ്ടെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്തി തരും. ഈ സമയത്ത്
ആ മേഖലയിൽ, ആ സംഭവത്തിൽ, ആ സമയത്തുണ്ടായ ആ സംഭവത്തോട് ക്ഷമിക്കുവാൻ ഈശോ ഇപ്പോൾ കൃപ നൽകുന്നു. പ്രാർത്ഥിച്ച അമ്മായിയമ്മയോടായിരിക്കാം, അമ്മായിയപ്പനോടായിരിക്കാം, ജീവിത പങ്കാളിയോടായിരിക്കാം. ഒരു ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. ഈശോയെ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ തരണേ. നിരുപാധികം ശത്രുക്കളോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ, നിരുപാധികം ക്ഷമിക്കുവാൻ വലിയ കൃപ ഈ നിമിഷം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വഞ്ചിച്ചവരോട്, ഒറ്റിക്കൊടുത്തവരോട്, തള്ളിപ്പറഞ്ഞവരോട്, നിന്ദിച്ചവരോട്, രഹസ്യമായ ചില കാര്യങ്ങൾ വിശ്വസ്തയോടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പരത്തി നമ്മളെ ദുഷിച്ചതിലൂടെ, മറ്റുള്ളവരെ ദുഷിച്ചതിലൂടെ അങ്ങനെയൊക്കെ കടന്നുവന്നിരിക്കുന്ന വേദനയുടെ അവസ്ഥകളെല്ലാം ഈശോ ഈ നിമിഷങ്ങളിൽ ഏറ്റെടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ക്ഷമയുടെ വലിയ കൃപ ഈശോ തരിക. ഈ സമയത്ത് ഭൂമിയിൽ ദൈവകൃപ നിറയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയാണ്. കൃപ തരണേ ഈശോയെ. അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, അയൽവാസികളോട്, അധ്യാപകരോട്, വൈദികരോട്, സിസ്റ്റേഴ്സിനോട്, സഭാമേലധ്യക്ഷന്മാരോട് ഒക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ, കർത്താവ് ശുശ്രൂഷകരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഈശോ ഈ നിമിഷങ്ങളിൽ നമുക്ക് തരികയാ. ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഏതെങ്കിലുമൊക്കെ ഭയത്തിന്റെ അവസ്ഥകള്, ഏതൊക്കെ വെറുപ്പിന്റെ അവസ്ഥകള് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ ഈശോ ഈ സമയത്ത് ഏറ്റെടുക്കുകയാ. ഈശോയെ, കൃപ ചൊരിയണേ, അഭിഷേകം തരണേ. ഭയത്തിൽ നിന്ന്, ആകുലതയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ദൈവമക്കൾ പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഈശോയെ, കൃപ തരാവോ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുക. ബലപ്രയോഗം കൂടാതെ ദൈവരാജ്യം ലഭിക്കപ്പെടുന്നില്ല. ബലപ്രയോഗത്തിലൂടെ നമുക്ക് ദൈവരാജ്യം സ്വന്തമാക്കാം. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, ക്ഷമിക്കുവാൻ ശക്തി തരണേ. ശക്തനായ ദൈവമേ, വേദനിപ്പിച്ച് ഒത്തിരിയേറെ മക്കളുണ്ട് കർത്താവേ. അവരോട് നിരുപാധികം ക്ഷമിക്കാൻ, അപ്പച്ചനോട്, അമ്മച്ചിയോട്, സഹോദരങ്ങളോട് കൂടുതൽ സ്നേഹം കാണിച്ചു എന്നുള്ള ആ വലിയ ആഴമായ മുറിവ് അനുഭവിക്കുന്ന മക്കള് ഈ ആലയത്തിനുള്ളിലുണ്ട്. അവരോട് അവർക്ക് ഈശോ കൃപ കൊടുക്കുകയാ. ക്ഷമിക്കാനുള്ള വലിയ അഭിഷേകം കൊടുക്കുകയാ. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക എല്ലാം ഹൃദയത്തില് ഉള്ളവരുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. കൃപ തരൂ ഈശോ. ചോദിച്ചു പ്രാർത്ഥിച്ച് ഈശോയെ, ഈ പാപത്തെ പരാജയപ്പെടുത്തുവാൻ ശക്തി തരണേ എന്ന് ഓരോ മക്കളും മകനും മകളും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കരങ്ങള് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പെറ്റമ്മ മറന്നാലും മകനെ, മകളെ, ഞാൻ നിന്നെ മറക്കുകയില്ല. എന്റെ ഉള്ളം കൈയില് നിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നു. തമ്പുരാനേ, എത്ര വലിയ സ്നേഹമാ. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചേക്കാം, പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചേക്കാം, എന്നാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കൂടെ നടക്കുന്ന തമ്പുരാൻ, തമ്പുരാനെ ഉപേക്ഷിച്ചാലും തമ്പുരാൻ കൂടെ നടന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. അപ്പനും അമ്മയും പെറ്റമ്മ പോലും നിന്നെ ഉപേക്ഷിക്കാം, എന്നാൽ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ഈശോയെ, അഭിഷേകം തരണേ. ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, പങ്കുവെക്കുവാൻ അഭിഷേകം തരണേ. ശത്രുക്കളോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് കുരിശിലെ സ്നേഹത്താല് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് ഓരോ മകനും മകളും, ദൈവമകനും മകളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ആ കുരിശിലെ സ്നേഹം, കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട്, പീഡിപ്പിച്ചവരോട്, ഒറ്റിക്കൊടുത്തവന് വേണ്ടി, തള്ളിപ്പറഞ്ഞവന് വേണ്ടി നിരുപാധികം ക്ഷമിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ആ വലിയ പ്രാർത്ഥനയോട് ഞങ്ങളിതാ ചേർന്ന് നിൽക്കുകയാ. ആ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ശക്തനായ ദൈവമേ, ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിളിക്കുന്നു. ഈശോയെ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനും മകളും പ്രാർത്ഥിക്കുന്നു.
ഓരോ മകനും മകളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപ തരണേ, അഭിഷേകം തരണേ, ശക്തി തരണേ. ഈശോയെ സ്നേഹം തരണേ, കുരിശിലെ സ്നേഹം, നിരവധികം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ വലിയ സ്നേഹം തരണേ ഈശോയെ. ഈശോയെ അങ്ങനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലേ. അങ്ങനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലേ. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അങ്ങനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയാ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലേ. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന എല്ലാ കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മക്കളെയും വിദേശ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബത്തെയും ആ നിയോഗത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാ നിയോഗത്തെയും സമർപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്റർനെറ്റിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് സ്വരം ഉയർത്തി ഈശോയെ എന്നൊന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. എല്ലാ രോഗികളെയും ഓർത്തൊന്ന് വിളിക്കാം. സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് വിളിക്കാം. ജോലിയില്ലാത്ത മക്കളെ ഓർത്ത് വിളിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് വിളിക്കാം. വിവാഹ തടസ്സമായിരിക്കുന്ന മക്കളെ ഓർത്ത് വിളിക്കാം. എല്ലാ നിയോഗങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി വിളിക്കാം. യേശുവേ നന്ദി. ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാ
മാനവരെ ഓരമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയം നടക്കുന്ന ധ്യാനത്തെ സമർപ്പിക്കാം. പള്ളിക്കൂട്ടുമ പള്ളിയിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, ആ ഇടവക ജനത്തെ മുഴുവനും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആലയത്തിൽ ഒഴുകുന്ന വലിയ കാരുണ്യം ആ ഇടവകയിലും അനുഭവിക്കപ്പെടുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളിലും ഈ വലിയ അഭിഷേകം കാരുണ്യം വെളിപ്പെടുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി എല്ലാ മക്കളും ഈശോയെ വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈ ആലയത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവനെ വിളിക്കുന്നു, ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ശക്തിയോടെ വിളിക്കുന്നു, സ്നേഹത്തോടെ വിളിക്കുന്നു, ആഗ്രഹത്തോടെ വിളിക്കുന്നു, വലിയ വിശ്വാസത്തോടെ വിളിക്കുന്നു, സ്വതന്ത്രമായിട്ട് വിളിക്കുന്നു. എല്ലാവരും വിളിക്കുന്നു. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ